നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1030th day. Today 38th sloka of Pradhama Skandam 13th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1030 ദിവസം. പ്രഥമ സ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 38ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 38ാമത്തെ ശ്ലോകം. പ്രഥമ സ്കന്ധത്തിലെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. യുധിഷ്ഠിരാവാച നാഹം വേദഗതിം പിത്രോ ഭഗവൻ ക്വ ഗദാവിത അംബാവാഹത പുത്രാർത്ത ക്വ ഗദാച തപസ്വിനി കർണധാര ഇവാപാരേ ഭഗവാൻ പാരദർശക. ഓം തത്സത്. യുധിഷ്ഠിരോവാച നാഹം വേദഗതിം പിത്രോർഭഗവൻ ക്വ ഗദാവിത അംബാവാഹത പുത്രാർത്ത ക്വ ഗദാച തപസ്വിനി കർണധാര ഇവാപാരേ ഭഗവാൻ പാരദർശക. ഓം തത്സത്. അത് പദം പിരിക്കേണ്ടത് ന അഹം വേദഗതിം പിത്രോ ഭഗവൻ ക്വ ഗദാവിത അംബാ വ ഹതപുത്രാർത്ത ക്വ ഗദാ ച തപസ്വിനി കർണധാര ഇവ അപാരേ ഭഗവാൻ പാരദർശക. അതായത് ഭഗവൻ അല്ലയോ ഭഗവാനെ പിതാക്കന്മാരുടെ ഗമനത്തെ ഇതക്വ ഗതോ ഇവിടെ നിന്ന് എവിടെ പോയെന്നതിനെ ന അഹം വേദ ഞാൻ അറിയുന്നില്ല. തപസ്വിനിയായിട്ടുള്ള കൃഷയായിട്ടുള്ള പുത്രാർത്ഥ ഹനിക്കപ്പെട്ട പുത്രന്മാരോട് കൂടിയ അംബാവ അമ്മയും കോ ഗത എവിടെ പോയി അപാരെ കരയില്ലാത്ത സമുദ്രത്തിൽ കർണധാര ഇവ കപ്പൽക്കാരൻ എന്ന പോലെ ഭഗവാൻ നിന്തിരുവടി പാരദർശക കരകാട്ടി തരുന്നവനാണല്ലോ എന്ന് പറയുകയാണ്. ധർമ്മപുത്രർ പറയുകയാണ്, അല്ലയോ ഭഗവാൻ, ഞങ്ങളുടെ പിതൃക്കളായിട്ടുള്ള ധൃതരാഷ്ട്ര മഹാരാജാവ് വിതുരർ പുത്രമരണനിമിത്തം വ്യസനിച്ചു കൊണ്ടിരിക്കുന്ന ഗാന്ധാരി ദേവി ഒക്കെ എവിടെ നിന്നും എങ്ങോട്ട് പോയിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല. അപാരമായ ഈ ദുഃഖം അവർ പോയതിനു ശേഷം ധർമ്മപുത്രർ ഏറെ ദുഃഖത്തിലാണ്. അതുകൊണ്ട് ആ അപാരമായിട്ടുള്ള ഈ ദുഃഖ സമുദ്രത്തെ കടത്തിവിടുന്ന കർണധാരനായിട്ട് കപ്പൽക്കാരനായിട്ട് അങ്ങേ ഇപ്പോൾ കിട്ടിയത്, അങ്ങിപ്പോൾ ഇവിടെ വന്നത് ഞങ്ങളുടെ ഭാഗ്യമെന്ന് കരുതുന്നു എന്ന് പറയുകയാണ്. അവിടുന്ന് ഞങ്ങളെ കരകാട്ടി തരണം. കരകാട്ടാൻ സമർത്ഥനായിട്ടുള്ള കരകാട്ടി തരുന്നവനാണ് ശ്രീ നാരദർ. അതുകൊണ്ട് തന്നെ നാരദർ ഞങ്ങൾക്ക് ഒരു വഴി പറഞ്ഞു തരണം എന്ന് പറയുകയാണ്. ആ ധർമ്മപുത്രർക്ക് തൻ്റെ പിതാക്കന്മാർ പോയതിലുള്ള ധർമ്മപുത്രരുടെ ആ ദുഃഖം, സഹിക്കാൻ പറ്റാത്ത ദുഃഖമാണ് നമുക്ക് ഈ ശ്ലോകത്തിലൊക്കെ കാണാൻ പറ്റുന്നത്. ഭഗവാനെ പൂജിക്കുവാൻ, നാരദ മഹർഷിയെ പൂജിക്കുവാൻ പോലും അദ്ദേഹത്തിന് ദുഃഖം കൊണ്ട് സാധിക്കുന്നില്ല എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അപ്രകാരമുള്ള അദ്ദേഹം ഈ ദുഃഖസമുദ്രത്തിൽ നിന്നും ഞങ്ങളെ കരകയറ്റി വിടണമേ. കരകയറ്റി വിടാൻ അറിയുന്ന അവിടുന്ന്, എല്ലാവർക്കും കരകാണിച്ചു കൊടുക്കാൻ അറിയുന്ന അവിടുന്ന് ഞങ്ങളെയും കരകയറ്റി നിങ്ങളുടെ ഈ ദുഃഖത്തെ കുറച്ച് തരയണമേ എന്ന് പറയുകയാണ്. വളരെ നാളായി അവർ അവിടം വിട്ടു പോയിട്ട്, എന്നിട്ടും യുധിഷ്ഠിരൻ്റെ ധർമ്മപുത്രരുടെ ആ ദുഃഖം മാറിയിട്ടില്ല. സദാ ആ ദുഃഖത്തിലാണ് അദ്ദേഹം എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. യുധിഷ്ഠിര ഉവാച നാഹം വേദഗതിം പിത്രോർ ഭഗവൻ ക്വ ഗദാവിത അംബാവാഹത പുത്രാർത്ത ക്വ ഗദാച തപസ്വിനി കർണധാര ഇവാപാരേ ഭഗവാൻ പാരദർശക. ഓം തത്സത്.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൽക്കാലത്തിൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.